കുത്താം. ആളെ കിട്ടി. ഫുൾ സ്പീഡിൽ തുരന്നു പോകാൻ മിടുമിടുക്കനാ. തുരക്കലിൽ റെക്കോർഡൊക്കെ ഉണ്ട്. ഹി ഹി. എന്താ നമ്മുടെ പരിപാടി? ഇവൻ ഇവിടുന്ന് തുരന്നു തുടങ്ങുന്നു. ഞാനും ഇവന്റെ പിന്നാലെ പോകും. അപ്പോ ഞാനോ? നീ ഇവിടെ തന്നെ കാവൽ നിൽക്കണം. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അടുത്ത കാട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. തുരന്ന് തുരന്ന് അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അക്കുവിന്റെ ഇക്കുവിന്റെ ഗുഹയ്ക്ക് ഉള്ളിലെത്തും. ശരി, അവറ്റകൾ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിടിക്കും. ഇല്ലെങ്കിൽ ഒളിച്ചിരുന്നിട്ട് അവന്മാർ വരുമ്പോൾ പിടിക്കും. എന്നാ പിന്നെ പണി തുടങ്ങുകയല്ലേ? തുടങ്ങാം. തനിക്ക് നല്ല സ്പീഡാണല്ലോ. തോരക്കൽ ഒരു ശാസ്ത്രമാണ്, അറിയാമോ? എന്താ ചേട്ടാ അവിടെ? നീ ഹേ ഒന്നുമില്ല. ഇതെന്താ ഒരു കുഴി? ആരോ തുറന്നതുപോലെ. വെട്ടൻ ചേട്ടൻ അതിലെ പോയെന്ന് തോന്നുന്നു. കാൽപ്പാടും കാണുന്നുണ്ടല്ലോ. ഉണ്ടോ? എന്നാ പോയിട്ടുണ്ടാവും. അത് പിന്നെ വെട്ടൻ അടുത്ത കാട്ടിലേക്ക് ഒരു രഹസ്യ വഴി ഉണ്ടാക്കുകയാ. നന്നായി. വെട്ടൻ ചേട്ടൻ കല്ലുകൾ കയ്യിലെടുത്തിട്ടുണ്ടോ? കല്ലുകളോ? എന്തിന്? അതറിയില്ലേ? ശ്വാസം മുട്ടാതിരിക്കാൻ. തുരങ്കത്തിന് ഒരു തുളയല്ലേ ഉള്ളൂ? അതെ, അതുകൊണ്ട് അകത്തുള്ളവർ ശ്വസിക്കാനുള്ള വായു മുഴുവൻ ഇതിലെ പുറത്തു പോകില്ലേ? അകത്തേക്ക് വായു കിടക്കാൻ വേറെ തുളയുമില്ല. ആ, അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എന്തു ചെയ്യണം? അകത്തുള്ള കാറ്റ് പുറത്തു പോകാതെ ഈ തുള അടയ്ക്കണം. ഇവന്മാരെ കണ്ടത് നന്നായി. ഏതായാലും ഇവരുടെ ഗുഹയിലേക്കാണ് തുരങ്കമെന്ന് ഞാൻ ചത്താലും പറയൂല. എന്താടോ ഒരു ശ്വാസം മുട്ടല്? തുള അടഞ്ഞോ? ഞാനൊന്ന് പോയി നോക്കാം. മണ്ടച്ചാര്, ഒക്കെ അടച്ചു വെച്ചല്ലോ. വേഗം മേലോട്ട് തുറക്കടോ, ശ്വാസം മുട്ടുന്നു. ഇപ്പൊ ശരിയാക്കാം. അയ്യോ, തുറക്കല്ലേ. തുറന്നാലേ അകത്തുള്ള കാറ്റ് മുഴുവൻ പുറത്തു പോകും, അറിയാമോ? ഹാവൂ,